സർ, ഒരു ആയുസ് മുഴുവനും ജോലി ചെയ്ത് അംശാദായമടിച്ച തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ 15-17 മാസം പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ട്. പല ക്ഷേമനിധികളിലും വിവാഹ ധനസഹായത്തിന് അപേക്ഷ കൊടുത്താൽ മക്കളെ സ്കൂളിൽ ചേർത്താൽ പോലും അത് കിട്ടാത്ത അവസ്ഥയാണ് സാർ എന്നുള്ളത്. സാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബീഡി വലിച്ചെറിയുന്ന ലാഘവത്തോടു കൂടി ബീഡി തൊഴിലാളികളെ മറക്കാൻ കഴിയുമോ? സാർ, മുതലക്കണ്ണീർ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ മുതല പണങ്ങും. അതിനേക്കാളും കഷ്ടമായ തരത്തിലാണ് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങൾ ഈ തൊഴിലാളിക്ക് വേണ്ടി. സാർ, കേരളത്തിനകത്ത് ഈ ക്ഷേമനിധി സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ UDFന്റെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പറഞ്ഞത്? ഇത് പ്രൊഡക്റ്റീവ് അല്ല, ഇത് ആളുകളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് അന്ന് മുതൽ എതിർത്തതല്ലേ നിങ്ങൾ? ബീഡി തൊഴിലാളികളെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്? ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. സർ, ആയുസ് മുഴുവനും കല്ലും മണ്ണും ചുമന്നും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ജോലി ചെയ്തും കഷ്ടപ്പെട്ട് രക്തം പച്ചവെള്ളമാക്കി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളിൽ ബിരുദധാരികളുണ്ട് സാർ, ബിരുദാനന്തര ബിരുദധാരികളുണ്ട് സാർ. സാർ, PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ലിസ്റ്റിൻ്റെ കാലാവധിയും പ്രായപരിധിയും കഴിഞ്ഞ ആ പാവങ്ങൾ പിന്നെ കൂലിപ്പണിക്ക് പോവുകയും ഈ ക്ഷേമനിധികൾ അംഗത്വമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട സാർ. സാർ, ഒരു ആയുസ് മുഴുവനും ജോലി ചെയ്ത് അംശാദായമടിച്ച തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ 15-17 മാസം പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? സാർ, ബ്രൂവറികളും ഡിസ്റ്റിലറികളും ഉണ്ടാക്കാനുള്ള പരക്കമ്പാച്ചിലിനിടയിൽ ഈ പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരേണ്ടതാണ്. സാർ, തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 11 ക്ഷേമനിധി ബോർഡുകളിലായി 2011 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിട്ടുള്ളത്. മന്ത്രി ഒരു കുടിശ്ശികയില്ലെന്ന് പറയുന്നു. പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ പോകേണ്ട പണമാണ് സാർ 5 മാസം മുതൽ 17 മാസം വരെ കുടിശ്ശികയായിരിക്കാൻ സാർ ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട പണമല്ലേ? പല ക്ഷേമനിധികളിലും വിവാഹ ധനസഹായത്തിന് അപേക്ഷ കൊടുത്താൽ മക്കളെ സ്കൂളിൽ ചേർത്താൽ പോലും അത് കിട്ടാത്ത അവസ്ഥയാണ് സാർ എന്നുള്ളത്. സാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബീഡി വലിച്ചെറിയുന്ന ലാഘവത്തോടു കൂടി ബീഡി തൊഴിലാളികളെ മറക്കാൻ കഴിയുമോ? 3 മാസക്കാലത്തെ കുടിശ്ശികയുണ്ട്. 3 മാസക്കാലത്തെ കുടിശ്ശിക എല്ലാ ക്ഷേമനിധി ബോർഡിലും 5 മാസക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. റൂൾ 300 അനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അന്ന് 5 മാസ കുടിശ്ശികയിൽ 2 മാസം ഏകദേശം 2000 കോടി രൂപ ഈ വർഷം കൊടുത്തു തീർത്തു. അടുത്ത വർഷം 3 കുടിശ്ശികയും കൂടി കൊടുത്തു തീർക്കും. ആ 3 കുടിശ്ശിക ഉണ്ടെന്നുള്ളത് നിയമസഭയിൽ അംഗീകരിച്ചതാണ്. നമ്മൾ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു. വളരെ കൃത്യമായ ഒരു കാര്യം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യത്തിലാണ്. അതിനകത്ത് 2-3 വർഷക്കാലത്തെ കുടിശ്ശിക പിരിച്ചു വരാനുണ്ട്. ആ കുടിശ്ശിക പിരിക്കുന്നതിന് നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അത് വാങ്ങി ലേബർ വകുപ്പിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കുന്നതല്ല. അത് ലേബർ വകുപ്പിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തരത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. KSRTC പോലുള്ള മേഖലകൾ ക്ഷേമനിധി വരുന്നതല്ല, KSRTC പോലുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തി അത് റൺ ചെയ്യിക്കുന്ന ബഡ്ജറ്റിൻ്റെ 3 ഇരട്ടിയോളം തുക ഒരു വർഷം കൊടുത്ത് ചെലവഴിക്കുന്നൊരു ഗവൺമെൻറ്റിനെ പറ്റി നല്ലത്. അതിൻ്റെ ഒരു ചുമതലയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഇവിടെ സംസാരിക്കാൻ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അക്കാര്യം പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ ക്ഷേമനിധി ബോർഡ് എങ്ങനെയാണ് ഇതിൻ്റെ നിയമം വന്നത്? സാർ, നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കാലത്തല്ലേ 2% 10 ലക്ഷത്തിന് മുകളിൽ ചെലവ് ആവുന്ന നിർമ്മാണങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സെസ് എന്ന നിലയിൽ 2% ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. 2% നമ്മൾ ഏർപ്പെടുത്തുന്നുള്ളൂ, 1% ഏർപ്പെടുത്തുന്നുള്ളൂ. ആ 1% ഏർപ്പെടുത്താൻ വന്നപ്പോൾ എന്തോ ഒരു കോലാഹലമായിരുന്നു ഇവിടെ. സാധാരണക്കാരുടെ ഇന്ന് പൈസ കഴുത്ത് പിടിച്ച് മേടിക്കുന്നു, വലിയ ഫണ്ടാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം തന്നെ, കോൺഗ്രസിൻ്റെ സൈബർ വിങ് തന്നെ നടത്തിയ ക്യാമ്പയിൻ ഉണ്ടല്ലോ. ഒന്ന് ക്ഷേമനിധി ബോർഡിന് വേണ്ടി പിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പറയുക, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇത് പിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്നില്ല എന്ന് പറയുക. സാർ, ഞാൻ ചില പഴയ പഴഞ്ചൊല്ലിലെ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് നേരത്തെ കുറേ ഉദാഹരണം പറഞ്ഞ്. സാർ, മുതലക്കണ്ണീർ ഒഴുക്കുക എന്ന് പറഞ്ഞാൽ മുതല പണങ്ങും. സാധാരണ മുതലക്കണ്ണീർ എന്ന് പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഇരയെ തിന്നുമ്പോൾ കണ്ണീര് വരുന്നതാണ്. അതിനേക്കാളും കഷ്ടമായ തരത്തിലാണ് ഇവിടെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് നിങ്ങൾ ഈ തൊഴിലാളിക്ക് വേണ്ടി. വേട്ടക്കാരനൊപ്പം നിൽക്കുക, വേട്ടമൃഗത്തിനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മനസ്സിലാവും. സാർ, കേരളത്തിനകത്ത് ഈ ക്ഷേമനിധി സമ്പ്രദായം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ UDFന്റെ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ പറഞ്ഞത്? ചെറിയൊരു തുക EK നായനാരുടെ ഗവൺമെൻറ് കാലത്ത് ക്ഷേമനിധി നടപ്പിലാക്കുമ്പോൾ ഇത് പ്രൊഡക്റ്റീവ് അല്ല, ഇത് ആളുകളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് അന്ന് മുതൽ എതിർത്തതല്ലേ നിങ്ങൾ? ആ ക്ഷേമനിധിയാണല്ലോ ഇപ്പോൾ വർദ്ധിച്ച് വന്നിട്ടുള്ളത്. ക്ഷേമനിധിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി ക്ഷേമനിധി ബോർഡുകളെ ഉൾപ്പെടെ കുറച്ചുകൂടി ഏകീകരിച്ച് അത് സ്ട്രീം ലൈൻ ചെയ്യണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം പലതിനകത്ത് ഇരട്ടിപ്പുണ്ട്. അതുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോഴും എതിര് വരുവാണ്.
അത് ചെയ്യേണ്ടി വരും, അത് ചെയ്യും, അത് സിസ്റ്റമാറ്റിക് ആകും. പക്ഷേ ക്ഷേമനിധി പെൻഷനുകൾ കുറയ്ക്കില്ല, കൃത്യമായി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാം. ബീഡിയുടെ കാര്യം പറഞ്ഞു. ബീഡി തൊഴിലാളികളെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നാ? ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ബീഡി വലിച്ചെറിയുന്ന പോലെ കളഞ്ഞില്ലെന്നാ. സാർ, ഈ ദിനേശ് ബീഡി കമ്പനി ഉണ്ടായതെങ്ങനെയാ? പ്രസ്ഥാനം ഉണ്ടായതെങ്ങനെയാ? മംഗലാപുരത്തുള്ള കമ്പനികൾ, സാധു ബീഡി അടക്കമുള്ള കമ്പനികൾ സാധാരണ തൊഴിലാളികൾക്ക്, കണ്ണൂരും കാസർഗോഡുമുള്ള ബീഡി തിരിക്കുന്ന സാധാരണ തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് AKGയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം അതിശക്തമായി ഉണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് ദിനേശ് ബീഡി. ആ ദിനേശ് ബീഡി ഇപ്പോൾ എല്ലാവരും ബീഡി വലിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ബീഡിയുടെ സ്വഭാവം മാറിയ സാർ, അതുകൊണ്ട് അതിന് ഡൈവേഴ്സിഫിക്കേഷൻ വരികയാണ്. ആ ബീഡി തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാധു ബീഡിയെ സഹായിക്കുകയും അവിടുത്തെ ബീഡി വ്യവസായത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം കൂടി ഓർക്കണം കോൺഗ്രസ്സുകാർ. ആ പഴയ ചരിത്രം ഓർക്കണം. അതുകൊണ്ട് ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ കാര്യത്തിനകത്ത് അങ്ങനെ പറയുന്നതിന് ആത്മാർത്ഥതയില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തരാനുള്ള പണം ഇപ്പോഴും ഈ ചെറിയ പെൻഷൻ, ആകെയുള്ള പെൻഷൻ്റെ ചെറിയൊരു തുക മാത്രമാണ്. 2% പല സാമൂഹ്യക്ഷേമ പെൻഷനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്. അതിൽ പോലും 400ഓളം കോടി ഇപ്പോഴും കിട്ടാനുണ്ട് സാർ. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഈ ഓരോ മേഖലയിലും വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിനും കൂടി ഒരുമിച്ച് വേണം. ഇവിടെ ഈ സാധാരണ തൊഴിലാളികളുടെ ക്ഷേമനിധിക്ക് ഒരു കുറവും വരില്ല.